क्रोध तो शत्रु का होता है, परंतु उसके प्रसन्नता जीवन भर की होती है करके लिखा गया है। സങ്കീർത്തനം 30-5 വാക്യം, അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. कदाचित रात को रो ना पड़े, परंतु सवेरे आनंद पहुंचेगा करके वहां पर बताया गया है। സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. I mean, एक रात रोते हुए यदि हम जा रहे हैं, भोर को आनंद का उस अपने संदेशों को सुनने के लिए परमेश्वर में सहायता करते हैं। ഒരു രാത്രിയിൽ നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് ആമേൻ ചിലവഴിച്ചെങ്കിൽ ഒരു ഉഷസ്സിൽ സന്തോഷത്തോടെ ആനന്ദിക്കുന്ന ഒരു ദിവസം വരുന്നു. आंसू कभी भी व्यर्थ नहीं जाता है। കണ്ണുനീർ ഒരിക്കലും വൃഥാവായി പോകില്ല. हम काफी बार सोचते हैं कि क्यों ऐसा रोना पड़ रहा है, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത്രയും കരയേണ്ടതായി വരുന്നു. लेकिन परमेश्वर का कुछ उद्देश्य हमारे जिंदगियों से जरूर होता है। എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. हालेलुया। पिछले हफ्ते यहाँ पर हमारे बगल वाला दूसरा एक चर्च है, उनका कन्वेंशन हमारे चर्च में हो रहा था। ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു സഭയുടെ കൺവെൻഷൻ ഇവിടുത്തെ ചർച്ചിൽ വെച്ച് നടക്കുകയായിരുന്നു. वहां पर काफी परमेश्वर के दासगण छत्तीसगढ़ से आए हुए थे। അവിടെ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന അനേകം ദേവദാസന്മാരുണ്ടായിരുന്നു. I mean, उनसे जब बातें कर रहे थे, वे वहां के माहौल के बारे में बता रहे थे कि बहुत ही एक अलग प्रकार की डर से भरा हुआ एक माहौल में वे सब वहां पर रह रहे हैं। അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയായിരുന്നു, അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം വളരെ ഭയാനകമായി ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവമാണെന്ന് പറയുവാനിടയായി. वे टारगेट इवन जो खुद का मकान है, ऐसे जगहों में भी वहां के कलीसियाओं को भी अटैक करने का इरादा में वे थे। സ്വന്തമായ ആരാധനാലയമുള്ള ആളുകളെയും അവർ ആക്രമിക്കുവാനായി അവർ ശ്രദ്ധിക്കുവാനിടയായി. वो परमेश्वर के दास कह रहे थे कि काफी सालों से जहां पर वे सेवकाई कर रहे, वहां पर करीबन 100 विश्वासिया उस आराधनालय में आते हैं। वो आराधनालय को भी वे लोग टारगेट किए थे। ആ ദേവദാസൻ പറഞ്ഞു, തന്റെ ആലയത്തിൽ ഏകദേശം 100 കണക്കിന് ആളുകൾ വരുന്നുണ്ട്, അനേക വർഷങ്ങളായുള്ള ആ ആലയത്തെ പോലും അവർ നോട്ടം വെച്ചു എന്ന് പറയുവാനിടയായി. हालेलुया। काफी डरावने एक माहौल से वे सब जा रहे थे। ഒരു ഭയാനകമായ അനുഭവത്തിലായിരുന്നു അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. लेकिन पिछले दिनों का जो मीडिया से हम जब देख रहे थे, तब हालेलुया काफी लोग जिन्होंने चेतावनी दिया था, वे लोग उनका शब्दों को बदलने के लिए शुरू हो गया। എന്നാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മീഡിയയൊക്കെ നോക്കിയപ്പോഴാണ് ശ്രദ്ധിക്കുവാനിടയായത്, ആര് ഭീഷണിപ്പെടുത്തിയോ അവർ വാക്കുകൾ മാറ്റി പറയുന്നത് കേൾക്കുവാനിടയായി. अभी आप चाहे तो चेक करके देख लो, वहां पर अभी नहीं, मीटिंग के बाद में चेक करके देख लो, वहां पर जिन्होंने चितौनिया दिया था, वे लोग अब कहते हैं कि हमने कहा भी नहीं, हम कभी भी ऐसा कह नहीं सकते करके। ആരാണോ ഭീഷണിയുടെ ശബ്ദം മുഴക്കിയത് അവരിപ്പോൾ വാക്ക് മാറ്റി പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന്. हालेलुया। परमेश्वर बदलने वाला परमेश्वर नहीं बदलता, लेकिन जिस इंसान ने बोला है उसके शब्दों को परमेश्वर बदल देता है। ദൈവത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആമേൻ. എന്നാൽ പറഞ്ഞ വ്യക്തിയെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. परमेश्वर लोगों का इरादाओं को बदल सकता है। മനുഷ്യന്റെ ആമേൻ ചിന്തകളെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. वो परमेश्वर का एक बहुत बड़ा खासियत है। ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. हालेलुया। लेकिन काफी समय हम दर्द से तो होकर जाना पड़ता है, लेकिन उसका जवाब परमेश्वर में अनुग्रह के साथ हमें चलाने वाला खुदा है। ചില നാളുകൾ നമ്മൾ കരഞ്ഞ് ഭാരപ്പെടേണ്ടി വരും, വേദനിക്കേണ്ടി വരും, പക്ഷേ അതിന്റെ അവസാനം ഒരു സന്തോഷം നമ്മൾക്കുണ്ട്. हालेलुया। मैं भी सोच रहा था, क्योंकि हम यहाँ पर ऐसा खबर सुना, छत्तीसगढ़ के बाद में अगला भोपाल मध्य प्रदेश है, उनका टारगेट करके हम सुन रहे थे। ഛത്തീസ്ഗഡിന് ശേഷം മധ്യപ്രദേശാണ് അവരുടെ ഉള്ളിലെ ചിന്ത എന്ന് കേട്ടപ്പോൾ ഞങ്ങളും ഭാരപ്പെടുവാനിടയായി. हम सोचे कि क्या हम यहाँ से छोड़ के केरला चले जाए, ഇവിടെ നിന്ന് പോകേണ്ടതായി, നാട്ടിലേക്ക് പോകേണ്ടതായി വരുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. लेकिन बाद में खबर सुना केरला भी जा नहीं सकते हैं। അതിനുശേഷമാണ് കേട്ടത് കേരളത്തിലും പോകാൻ പറ്റത്തില്ല. वहां पर 23 इयर्स का एक छोटा सा युवा जवान ने 6 लोगों को सिर में हथौड़ी से मार दिया। അവിടെ 23 വയസ്സുള്ള ഒരു യവനക്കാരൻ 6 പേരെ തലയ്ക്ക്
ചുറ്റിക വെച്ചടിച്ച് കൊന്നു. हालेलुया। जो लोग कहीं दूर थे वहां जाके उन्हें बुलाकर लेकर आकर उनको भी मारने के लिए तैयार हो गए। ദൂരെയുള്ളവരെ വിളിച്ചു വരുത്തി തലക്കടിച്ചു കൊന്നു. आमीन। और उनके बारे में जब पूछताछ किया गया, लोग वहां का पड़ोसी कहता है कि इतना अच्छा लड़का उस पूरे जगह पे नहीं है। അവനെ കുറിച്ച് മറ്റുള്ളവരോടും നാട്ടുകാരോടും അന്വേഷിച്ചപ്പോൾ അവര് പറയുന്നത് ഇത്രയും നല്ലൊരുത്തൻ ഈ ദേശത്തെങ്ങുമില്ലെന്നാണ്. हालेलुया। जो अच्छा था वो भी अभी ऐसा करना शुरू हो गया। നല്ല ആളുകളും ഇങ്ങനെയായി പോയിരിക്കുക. आमीन। केरला में भी नहीं जा सकते। കേരളത്തിലും രക്ഷയില്ല. उससे भी अच्छा उत्तर भारत में परमेश्वर के लिए जान देना अच्छा है। അതിലും എത്ര നല്ലതാണ് ആമേൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നത്. कम से कम वहां पर तो हमें प्रतिफल मिलेगा। ആമേൻ സ്വർഗ്ഗത്തിലെങ്കിലും നമുക്ക് പ്രതിഫലമുണ്ട്. हालेलुया। हालेलुया। प्रेज़ द लॉर्ड। हालेलुया। आमीन। प्रेज़ द लॉर्ड। इस बातों को मजाक में जब मैं बोलता हूं, लेकिन फिर भी उसके पीछे सोचने वाला काफी बातें हैं। തമാശ പോലെ ഞാൻ പറഞ്ഞെങ്കിലും ചിന്തിക്കുവാൻ ഒരുപാട് അതിന്റെ പുറകിലുണ്ട്. हालेलुया। यूहन्ना के सुसमाचार उसके 16वें अध्याय उसके 20 और 21 आयतों को जल्दी से हम देखेंगे। वो मेरा आज का प्रचार का विषय नहीं है, लेकिन जल्दी से इस बात को याद आया, इसके लिए मैं स्मरण दिलाना चाहूंगा। यूहन्ना के सुसमाचार 16वें अध्याय उसके 20 और 21 आयतों की ओर। യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-21 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. आमीन। वहां पर आमीन बताया गया है, यूहन्ना याद दिलाता है कि हालेलुया, आप जरूर रोएंगे तो संसार आनंद मनाएंगे। നമ്മൾ കരയുമ്പോൾ ലോകം സന്തോഷിക്കുമെന്ന് യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. लेकिन आप हर समय रोते रहना नहीं पड़ेगा, बल्कि आपकी रोने वाले अनुभवों को आनंद की ओर बदलने वाला एक परमेश्वर है। എന്നാൽ എന്നും നമ്മൾ കരഞ്ഞു വിലപിക്കേണ്ടി വരികയില്ല. നമ്മുടെ കരച്ചിലിനെ സന്തോഷമായി മാറുന്ന ഒരു ദിവസമുണ്ട്. एक माँ उसके बच्चे को जन्म देने का क्षण तक बहुत ही दर्द से होकर जाना पड़ता है। ഒരു അമ്മ തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയം വരെ വളരെ വേദനിക്കേണ്ടതായി വരും. I mean, लेबर पेन बहुत ही खतरनाक है करके सुना है। हालेलुया। बहुत ही दर्दनाक अनुभव से वे होकर तो जाते हैं। I mean, लेकिन जब वो बच्चे को जन्म देता है, I mean, जो दर्द था वो सारे दर्दों को वो भूल जाता है, बल्कि उसका ध्यान उसके बच्चे के ऊपर हो जाता है। പ്രസവ വേദന എന്ന് പറയുന്നത് വളരെ കഠിനമാണെന്ന് കേട്ടിട്ടുണ്ട്. ആമേൻ. ആ വേദനയിലൂടെ കടന്നു പോകുന്ന മാതാവ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം അവൾ കടന്നുപോയ സകല വേദനയെയും മറന്നുപോകുന്നു. I mean, पिछले 9 महीने जो दर्द उसने उठाया था, वो दर्द भी भूलने के अनुसार I mean, वो जब उस उत्तर को देखता है, उस जवाब जब देखता है, उसके अंदर आनंद से भर जाता है। കഴിഞ്ഞ 9 മാസം താൻ അനുഭവിച്ച സകല കഷ്ടപ്പാടുകളും തന്റെ വേദനകളും എല്ലാം അവൾ ആ മറുപടി പ്രാപിച്ചു കഴിയുമ്പോൾ, ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവൾ മറന്നുപോകും. I mean, उसे पता है कि मैं किसके लिए दर्द ले रहा था। हालेलुया। ये बेटा के लिए, बेटी के लिए, इस बच्चे के लिए मैं इतने समय दर्द सह रही थी। അവൾക്ക് പിന്നീട് മനസ്സിലാകും, ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയായിരുന്നു, ഈ മറുപടിക്ക് വേണ്ടിയായിരുന്നു, ഇതിനു വേണ്ടിയായിരുന്നു ഈ വേദന മുഴുവനും സഹിച്ചതെന്ന ഒരു തിരിച്ചറിവ് അവൾക്കുണ്ടാകും. मैं और आप यदि किसी प्रकार की दर्द से होकर जा रहे हैं, तो जरूर आपके लिए बहुत बड़ा एक उत्तर रखा है, बहुत बड़ा एक जवाब परमेश्वर में देने वाला है। और जब हम उस उत्तर को प्राप्त करेंगे, सारे दर्द हम भूल जाएंगे। നമ്മൾ ഏതെങ്കിലും വിഷയങ്ങളിൽ വളരെ ഭാരങ്ങളിലൂടെ നിലവിളിയിലൂടെ കടന്നു പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറുപടി നാം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ വേദനകൾ, കഷ്ടങ്ങൾ നമ്മൾ മറന്നു പോകുവാൻ ഇടയാകും. हालेलुया। इसके लिए काफी बार प्रचारक लोग याद दिलाना पड़ता है कि आप जिस रास्ते से चलकर आया, एक बार मुड़कर देखो पीछे वाला अनुभव कैसा था, लेकिन कहां से परमेश्वर ने कहां तक हमें पहुंचाया है। അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ പ്രസംഗകർ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, ചിന്തിക്കാൻ പറയാറുണ്ട്, നമ്മൾ നടന്നു വന്ന വഴികളെയൊക്കെ ഒന്നൊന്ന് തിരിഞ്ഞ് നാം ചിന്തിച്ചു നോക്കിക്കുക. परमेश्वर ने कितनी अद्भुत तरीके से हमें चलाया है। എത്ര അത്ഭുതകരമായ ദൈവം കൊണ്ടുവന്നത്. हम काफी बार भूल जाते हैं और परमेश्वर आज मिला हुआ उस अनुग्रह में हम मगन हो जाते हैं। നമ്മൾക്ക് ലഭിച്ച സന്തോഷത്തിൽ നമ്മൾ പലതും മറന്നു പോകുന്നവരാണ്. लेकिन आजकल दूसरा एक ट्रेंड भी है। ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റൊന്നുകൂടെ കാണുന്നുണ്ട്. पुराने समयों में माँ उस लेबर पेन सहने के लिए तैयार हो जाते थे। പണ്ട് കാലത്തെ
അന്നത്തെ അമ്മമാർ പ്രസവ വേദന സഹിക്കുവാൻ ഒരുക്കമുള്ളവരായിരുന്നു. लेकिन आजकल दर्द सहने के लिए तैयार नहीं है. ഇന്നത്തെ അമ്മമാർ വേദന സഹിക്കാൻ ആർക്കും ഇഷ്ടമല്ല. इसके लिए सिसेरियन के लिए चले जाते हैं. എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോകും. हालेलुया. वे कहते हैं कि मैं सह नहीं पाऊंगा, इसके लिए ऑपरेशन कर लो. लॉर्ड वैसा मुझे वहां से वो छुटकारा मुझे चाहिए करके. ഇന്നത്തെ കാലത്തെ അമ്മമാർ പറയും എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്താൽ മതി, എനിക്ക് വേദനയൊന്നും സഹിക്കാൻ വയ്യ. मेरे बहन जब बेटी को जन्म दे रहे थे, उन्हें जब हॉस्पिटल में एडमिट किया गया, अगस्त 19 को उन्हें हॉस्पिटल में एडमिट किया, लेकिन उन्होंने कहा कि लेबर पेन नहीं हो रहा है. फिर भी उन्होंने डॉक्टर से कहा कि सह नहीं पाऊंगा, इसके लिए आप ऑपरेशन कर लो. എന്റെ സഹോദരിയുടെ ഡെലിവറിക്ക് വേണ്ടി തന്നെ 19-ാം തീയതി അഡ്മിറ്റ് ചെയ്തു ഓഗസ്റ്റ് മാസത്തില്. അന്നേരം തനിക്ക് വേദനയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോഴേ താൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വേദനയൊന്നും സഹിക്കാൻ വയ്യ, ഇപ്പോഴേ ഓപ്പറേഷൻ ചെയ്തേരെ. मैंने उनको फोन करके कहा, हम तब बैंगलोर में थे, मैंने उनको फोन करके कहा कि आप 20 तारीख को बच्चे को जन्म देना है. തന്നെ കോൾ ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അന്ന് ഞങ്ങൾ ബാംഗ്ലൂർ ആയിരുന്നു, തന്നോട് പറഞ്ഞു 20-ാം തീയതി മാത്രമേ നീ കുഞ്ഞിന് ജന്മം കൊടുക്കാവൂ. क्योंकि उस दिन मेरा बर्थडे है, इसके लिए हम दोनों साथ में बर्थडे मनाना चाहते हैं. അന്ന് എന്റെ ജന്മദിനമായതുകൊണ്ട് കുഞ്ഞിനും ഞങ്ങൾക്ക് ഒരുമിച്ച് ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. दर्द होए या ना होए, लेकिन 20 तारीख को आप जन्म देना. നിനക്ക് വേദന ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി നീ 20-ാം തീയതിയെ കുഞ്ഞിന് ജന്മം കൊടുക്കാവൂ. उन्होंने डॉक्टर से कहा कि सिसेरियन कर दो, लेकिन प्रार्थनाएं हम कर रहे थे कि नॉर्मल डिलीवरी होना है. താൻ ഡോക്ടറോട് പറഞ്ഞു എന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നോർമൽ ആയിട്ടുള്ള ഒരു ഡെലിവറി നടക്കാൻ. परमेश्वर की दया से नॉर्मल डिलीवरी हुआ ദൈവത്തിന്റെ ദയയാൽ നോർമൽ ഡെലിവറി ഉണ്ടായി. और बेटी 20 तारीख को ही जन्म हुआ. ആ കുഞ്ഞ് 20-ാം തീയതി ജനിച്ചു. हालेलुया. हम साथ में ही बर्थडे मनाते हैं, लेकिन हालेलुया, मैं कह रहा था कि वो क्षण में होने वाला दर्द काफी लोग सहने के लिए तैयार नहीं होते हैं. ആ കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ജന്മദിനം ആഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇന്നത്തെ അമ്മമാർ വേദന സഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. वे कहते हैं कि हम सिसेरियन कर लेंगे, लेकिन उस समय में दर्द नहीं होगा, लेकिन बाकी के 3 महीना तो दर्द उठाना ही तो पड़ता है. അന്നേരം അമ്മമാർ പറയും ആ വേദന വേണ്ട, ഓപ്പറേഷൻ ചെയ്തേരെ. എന്നാൽ ആ സമയത്ത് വേദന ഇല്ലെങ്കിലും പിന്നെ അത് കഴിഞ്ഞുള്ള 3 മാസം പിന്നെ വേദനയായിരിക്കും. आजकल के जवाने भी ऐसे हैं कि रेडीमेड चाहिए, अभी हम दर्द सहने के लिए तैयार नहीं, जब डिमांड करते तुरंत मिलना चाहिए. ഇപ്പോഴത്തെ ചെറുപ്പക്കാരും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഒന്നും കാത്തിരിക്കാനോ സഹിക്കാനോ വയ്യ, അവർക്ക് പെട്ടെന്ന് വേണം. कुछ भी मुफ्त में नहीं मिलता है. ഒന്നും സൗജന്യമായി ലഭിക്കത്തില്ല. तभी दर्द नहीं है तो बाद में का 3 महीने तो दर्द उठाना ही पड़ेगा. അന്നേരം വേദനയില്ലെങ്കിൽ പിന്നീടുള്ള 3 മാസം വേദന കാണും. उससे भी अच्छा अभी दर्द उठा लो, बाद में कभी दर्द उठाना नहीं पड़ेगा. അതിലും നല്ലതല്ലേ ഇപ്പോൾ വേദനപ്പെട്ടാൽ പിന്നീട് വേദന ഇല്ലാതെ ഇരിക്കാം. और बाकी का जो अनुग्रह आपके हाथ में आते हैं, तब आपको याद भी नहीं रहेगा जिस दर्द से आप होकर गए थे. उतने अचंभित रूप से परमेश्वर में अनुग्रह करने वाला परमेश्वर है. അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വേദനയെല്ലാം മറന്നു പോകും. അത്ര അത്ഭുതകരമായ അനുഗ്രഹമായി ദൈവം നടത്തുവാനിടയാകും. आंसुए रात तक ही होगा, भोर में आनंद का एक भोर परमेश्वर में देने वाला परमेश्वर है. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദ ഘോഷം വരും. जल्दी से हमारे ध्यान परमेश्वर के दूसरे एक वचन के भाग की ओर हम लेकर आएंगे. കർത്താവിന്റെ മറ്റൊരു വചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. योना नाम के व्यक्ति के बारे में जल्दी से कुछ बातों को स्मरण दिलाना चाहूंगा. യോനായെ കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. योना की पुस्तक उसके पहले अध्याय में हम देखते हैं He who hears God's voice, परमेश्वर की आवाज सुनने वाला एक योना के बारे में वहां पर देखते हैं. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു യോനായെ നമ്മൾ ആ പുസ്തകത്തിൽ കാണുന്നു. योना का एक खासियत यह है कि वो परमेश्वर की आवाज सुन पाता है. അവന് ദൈവ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു എന്നുള്ളത് അവന്റെ ഒരു പ്രത്യേകതയാണ്. हम काफी बार योना के बारे में बहुत ब्लेम करते हैं, लेकिन उसका खासियत यह है कि वो परमेश्वर की आवाज सुन सकता है. പലപ്പോഴും നമ്മൾ യോനയെ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ പോലും അവന്റെ ഒരു പ്രത്യേകതയുണ്ട്. യഹോവയുടെ അരുളപ്പാട് കേൾക്കുന്നവനായിരുന്നു യോന. हम में से कितने लोग परमेश्वर की आवाज इन दिनों में सुन पाए हैं? നമ്മളിൽ എത്ര പേർ ഈ ദിവസങ്ങളിലൊക്കെ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്? हालेलुया. हम काफी बार सुनना ही नहीं चाहते हैं, उसके लिए समय देना नहीं चाहते हैं, लेकिन योना का खासियत यह है कि he can hear God's voice, परमेश्वर की आवाज वो सुन सकता है.
അവന് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു, ദൈവശബ്ദത്തെ താൻ ശ്രദ്ധിക്കുന്നവനായിരുന്നു. और दूसरे अध्याय जब हम पढ़ते हैं, योना के बारे में बताया गया है, he repented, वो हालेलुया वहां पर लिखा है कि उसने मन फिराया, पछताया करके वहां पर बताया गया है. രണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോഴേക്കും മാനസാന്തരപ്പെട്ട പശ്ചാത്തപിക്കുന്ന ഒരു യോനയെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. परमेश्वर की आवाज सुनने वाला, and he can repent. परमेश्वर की आवाज के सामने पछता सकते हैं, परमेश्वर की आवाज के सामने अपने आप को वो कबूल कर सकता है. ദൈവശബ്ദം കേൾക്കുന്ന ഒരുവന് പശ്ചാത്തപിക്കുവാൻ കഴിയും, അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകും. हालेलुया, प्रेज़ द लॉर्ड. हम परमेश्वर की आवाज तो शायद सुना होगा, लेकिन काफी बार हम रिपेंट करने के लिए तैयार नहीं होते हैं. നമ്മൾ പലപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നവരാണ്, എന്നാൽ പല സാഹചര്യങ്ങളിലും നമ്മൾ മാനസാന്തരത്തിന്റെ അനുഭവങ്ങളും പശ്ചാത്താപത്തിന്റെ അനുഭവങ്ങളും ഉണ്ടാകാറില്ല. कितने प्रचार है हमने सुना है, लेकिन फिर भी हम मन फिराने के लिए या परमेश्वर कहा हुआ उस बातों को सुनते हुए we are not ready to repent before God. എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നവരാ, പക്ഷേ അതിനനുസരിച്ച് മനസ്സ് രൂപാന്തരപ്പെടുത്തുവാൻ, माറ്റം വരുത്തുവാൻ നമ്മൾ ശ്രമിക്കാറില്ല. हालेलुया. तीसरे अध्याय जब हम देखते हैं, वहां पर योना का तीसरा खासियत यह है कि जोना हु ओबेज गॉड्स वॉइस, परमेश्वर की आवाज मानने के लिए, उसके शब्दों को अंगीकार करने के लिए योना तैयार होता है. മൂന്നാമത്തെ അധ്യായം വരുമ്പോൾ ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ തയ്യാറാകുന്ന അനുസരണമുള്ള ഒരു യോനയെ നമ്മൾ കാണും. हालेलुया. हम कहते हैं कि वो परमेश्वर की आवाज के उल्लंघन किया, लेकिन सच में उसने मानने के लिए भी तैयार हुआ है. നമ്മളെപ്പോഴും യോന ദൈവത്തെ അനുസരണക്കേട് കാണിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ പിന്നീട് താൻ അനുസരിച്ചതായും നമ്മൾ കാണുന്നുണ്ട്. और उसके 4th अध्याय, योना की पुस्तक 4th अध्याय में हम देखते हैं कि वहां के लोगों के उस अनुभवों को देखते हुए, मलयालम में ऐसा है कि अयो भावम തോന്നുന്ന യോന. हालेलुया, प्रेज़ द लॉर्ड. देखकर तरस खाने वाला एक योना का स्वभाव हम वहां पर देखते हैं. അതിന്റെ 4ാം അധ്യായം വരുമ്പോൾ ആ ദേശത്തെ ആളുകളെ നോക്കി അയ്യോ ഭാവം തോന്നുന്ന ഒരു യോനയെ നമ്മൾ കാണുന്നു. 4 बातें हैं. योना who can hear God's voice. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവ ശബ്ദം കേൾക്കുന്ന യോന. और जो मन फिराता है परमेश्वर की आवाज के सामने, परमेश्वर की ओर देखने के लिए जो तैयार होता है, वो एक स्वभाव और अनुभव रखने वाला योना. രണ്ടാമതായി മാനസാന്തരപ്പെടുന്ന ദൈവശബ്ദത്തിനനുസരിച്ച് മാറി വരുന്ന ഒരു യോന. और तीसरे अध्याय में योना who can obey God's voice, परमेश्वर की आवाजों के सामने अंगीकार करने के लिए, मानने के लिए तैयार होने वाला एक योना. മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞതിനെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച ഒരു യോന. चौथे बात हम देखते हैं कि सारे बातों को देखते हुए तरस खाने वाले एक योना को वहां पर देखते हैं. 4ാം അധ്യായത്തിൽ അയ്യോഭാവം തോന്നുന്ന, കരുണയും ദയയും തോന്നുന്ന ഒരു യോന. हालेलुया. 4 अध्याय है, 4 कैरेक्टर वहां पर बताया गया है. 4 അധ്യായങ്ങളിൽ 4 സ്വഭാവങ്ങൾ പറഞ്ഞിരിക്കുന്നു. हमारे ही स्वभाव और योना के स्वभाव के साथ काफी सिमिलैरिटीज भी हैं. നമ്മുടെ സ്വഭാവവും യോനയുടെ സ്വഭാവവും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. हालेलुया. हम भी परमेश्वर की कहना काफी बार मानते हैं, नहीं मानते हैं. നമ്മുടെ സ്വഭാവത്തിലും ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ ചിലപ്പോൾ അനുസരിക്കാറുണ്ട്, ചിലപ്പോൾ അനുസരണക്കേട് കാണിക്കാറുണ്ട്. काफी बार हम परमेश्वर की आवाज सुनते हैं और हम अनसुनी भी कर देते हैं. ചില സാഹചര്യങ്ങളിൽ ദൈവശബ്ദം നമ്മൾ വെറുതെ കേൾക്കുന്നുണ്ട്, പക്ഷെ അനുസരിക്കാറില്ല. और जब प्रचार सुनते हैं तब हमारे अंदर एक रूपांतर होता है, उसके बाद में हम उसके बारे में भूल जाते हैं. പ്രസംഗം കേൾക്കുന്ന ഉടനെ വലിയൊരു സന്തോഷത്തോടെ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും, അതിനുശേഷം എല്ലാം മറന്നു. हालेलुया. क्या प्रचार हुआ था वो भी हम भूल जाते हैं. എന്താ കേട്ട പ്രസംഗം എന്ന് പോലും നമ്മൾക്ക് പിന്നീട് ഓർമ്മയില്ല. हालेलुया. काफी कैरेक्टर्स हमारे साथ सिमिलैरिटी में हमें बोलने के लिए है. യോനയുമായി താരതമ്യപ്പെടുത്താൻ ഒരുപാട് സ്വഭാവങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. अब योना की पुस्तक उसके पहले अध्याय पहले आयत में हम देखते हैं कि अमिताई का पुत्र योना करके वहां पर बताया गया है. 1ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ അമിത്തായിയുടെ മകനായ യോന എന്ന് പറഞ്ഞിരിക്കുന്നു. अमिताई करके जो शब्द है,
योना का पिता का नाम है अमिताई। अमिताई का शब्द है, उसका अर्थ ट्रूथ, सच्चाई करके है उसका अर्थ। അമിത്തായി യോനയുടെ പിതാവ്. തന്റെ അമിത്തായി എന്ന പേരിന്റെ അർത്ഥം സത്യം എന്നുള്ളതാണ്. हालेलुया। सच्चाई का वो जो नाम उसका पिता का नाम है। സത്യം എന്നാണ് അവന്റെ പിതാവിന്റെ പേരിന്റെ അർത്ഥം. और योना का नाम इनोसेंट, जो कबूतर है उसके समान निष्कलंक है करके योना का शब्द का अर्थ बताया गया है। യോന എന്ന പേരിന്റെ അർത്ഥം നിഷ്കളങ്കമായ ഒരു പ്രാവ് എന്നാണ്. हालेलुया। एज एन इनोसेंट डाव, हालेलुया। जो निष्कलंक कबूतर के समान करके है योना का शब्द का अर्थ। നിഷ്കളങ്കനായ ഒരു പ്രാവ് എന്നാണ് യോന എന്ന പേരിന്റെ അർത്ഥം. बहुत बढ़िया नाम है, लेकिन हम में से कोई भी वो नाम देना नहीं चाहते हैं। നല്ല ഒരു അർത്ഥമുള്ള പേരാണ് യോന. പക്ഷെ നമുക്ക് ആർക്കും ഇടാൻ താല്പര്യമില്ലാത്ത ഒരു പേരാണ് യോന. हमारे घरों में या हमारे परिवारों में या कलीसिया में कितने लोगों का नाम योना करके आपने सुना है? നമ്മുടെ സഭയിലോ ബന്ധക്കാരുടെ ഇടയിലോ നമ്മുടെ ആരുടെയെങ്കിലും പരിചയക്കാരുടെ ഇടയിൽ യോന എന്ന പേരുള്ളവരെ കണ്ടിട്ടുണ്ട്. हालेलुया। इतना खूबसूरत नाम है, लेकिन कोई देना नहीं चाहता है। അത്രയ്ക്കും ഭംഗിയുള്ള പേരാ, പക്ഷെ ഇടാൻ ആർക്കും ഇഷ്ടമല്ല. हरकत कारण उसका वो स्वभाव के कारण कोई वो नाम देना नहीं चाह रहा है। അവന്റെ ജീവിതത്തിലെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം ആ പേരിടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. नाम तो बढ़िया है, लेकिन कैरेक्टर के साथ कोई मिलजुलता नहीं है। പേര് സ്വഭാവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിരിക്കും. वहां पर सच में यदि हम देखें, सन ऑफ ट्रूथ, सच्चाई का बेटा और निष्कलंक कबूतर के समान करके है पिता और बेटे के बारे में हम जब देखते हैं। സത്യത്തിന്റെ പുത്രനായ നിഷ്കളങ്കനായ പ്രാവ് എന്നാണ് അപ്പനും മകനും തമ്മിലുള്ള ബന്ധം. हालेलुया। लेकिन नोहा के योना के जो पूरा कैरेक्टर जब हम सीखते हैं, वहां पर योना का कैरेक्टर काफी बार बदलते रहता है। हालेलुया। सिचुएशन के अनुसार बदलते हुए हम वहां पर देख रहे हैं। എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ മാറ്റം സംഭവിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് യോനയിൽ നമ്മൾ കാണുന്നത്. A man who changes his character according to the situations, hallelujah, वो माहौल के अनुसार अपने कैरेक्टर हर एक समय बदल रहा है। യോനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്റെ സ്വഭാവം താൻ മാറ്റിക്കളയും. लेकिन परमेश्वर का खासियत ये है, he is an unchanging God। यदि स्थितियां बदले, माहौल बदलते रहे, लेकिन मेरा परमेश्वर कभी ना बदलने वाला परमेश्वर है। എന്നാൽ നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ മാറിയാലും ദൈവം ഒരിക്കലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നവനല്ല, ഒരിക്കലും മാറാത്തവനാണ് നമ്മുടെ ദൈവം. हे योना, तू जब सिचुएशन होता है तब तू बदलते रहता है, लेकिन मेरा परमेश्वर का खासियत ये है, वो कभी ना बदलने वाला परमेश्वर है। യോന സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്റെ സ്വഭാവവും തന്റെ കാര്യങ്ങൾ മാറ്റിമറിക്കുമ്പോൾ യോനയോട് ആമേൻ നോക്കി പറയുകയാണ്, നിന്റെ സ്വഭാവം മാറും, പക്ഷെ ദൈവത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. योना काफी बार अनफेथफुल है, काफी बार वो विश्वासी योग्य नहीं है करके हम उनके कैरेक्टर में पढ़ रहे हैं। അവന്റെ സ്വഭാവത്തിലെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത് അവൻ പലയിടങ്ങളിലും അവിശ്വസ്തനായി തീർന്നു എന്നുള്ളതാണ്. सिचुएशन के अनुसार अपने मन मर्जी को वो पूरा करने के लिए कोशिश करता है। സാഹചര്യം മാറുമ്പോൾ അവന്റെ മനസ്സിന്റെ താല്പര്യം അനുസരിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന परमेश्वर भी कोई जिम्मेदारियां उसके ऊपर विश्वास करते हुए सौंप नहीं पा रहा है। ഒരു വിശ്വാസം ഉറപ്പിച്ച് ദൈവം ഒരു ഉത്തരവാദിത്തം യോനയെ ഭരമേൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നെത്തിയിരിക്കുകയാണ്. यदि जिम्मेदारी दे दिया तो कोई ना कोई तो उसका पीछे पड़ना पड़ता है कि क्या वो सही प्रकार कर रहा है या नहीं तो डंडे लेकर उसे सही दिशा में लेकर चलना पड़ रहा है। അവനെ ഒരു ഉത്തരവാദിത്തം ഇനി ഏൽപ്പിച്ചെന്നിരിക്കട്ടെ, ഏൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ വേറൊരാളെ പുറകെ നടന്ന് ആമേൻ അത് നോക്കി നിൽക്കണം, ഒരു വടിയുമായി നടക്കണം. നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്തില്ലല്ലോ
അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥയായി വന്നിരിക്കുക. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? कुछ समझ में आ रहा है? എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? हालेलुया। परमेश्वर ने हमारे पीछे कभी डंडे लेकर किसी को खड़ा करना पड़ा है? നമ്മുടെ പുറകെ ദൈവത്തിന് ആരെങ്കിലും വടിയും കൊണ്ട് നിർത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? हालेलुया। काफी जिम्मेदारियां परमेश्वर ने सौंपा था, लेकिन हम कर रहे हैं या नहीं? हमारे ऊपर निगरानी करने के लिए किसी को खड़ा करना पड़ रहा है? നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ സമയത്ത് ചെയ്യുന്നുണ്ടോ, അതോ വടിയുമായി മറ്റാരെങ്കിലും മേൽനോട്ടത്തിന് നമ്മുടെ പുറകെ നിൽക്കേണ്ടതായി വരുന്നുണ്ടോ? छोटे छोटे बातों में भी क्या परमेश्वर हमारे ऊपर विश्वास कर पा सकते हैं? ദൈവം ഏൽപ്പിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരായി നിൽപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? प्रार्थना करने का जिम्मेदारी परमेश्वर ने दिया, लेकिन परमेश्वर निगरानी करने के लोगों को खड़ा करना पड़ रहा है और याद दिलाना पड़ रहा है कि आपने प्रार्थना किया, अपने परमेश्वर के संगति में आया। आज इतवार का दिन है, आप संडे चर्च में आ रहे हैं, आपके पीछे लोगों को खड़ा करना पड़ रहा है या आप अपने आप से परमेश्वर दिया हुआ जिम्मेदारियों को आप कर पा रहे हैं? ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ അവൻ ഓർമ്മിപ്പിക്കേണ്ടതിനായി ദൈവം മറ്റുള്ളവരെ ആക്കി വെക്കേണ്ട അനുഭവമായി വരുന്നുണ്ടോ? നീ പ്രാർത്ഥിച്ചോ, നീ കൂട്ടായ്മയ്ക്ക് പോയോ, ഇനി ഞായറാഴ്ച ആരാധനയ്ക്ക് പോയോ, ആമേൻ എന്ന് പറഞ്ഞ് മേൽനോട്ടത്തിന് നമ്മുടെ പുറകെ ആളെ വെക്കേണ്ട അനുഭവമാണോ, അതോ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആരും പറയാതെ സ്വന്തം താല്പര്യത്തിൽ ഉത്സാഹത്തോടെ ചെയ്യുന്നവരായി നമ്മൾ മാറുന്നുണ്ടോ? he is moreover unfaithful. काफी बार वो परमेश्वर के सम्मुख विश्वास योग्य नहीं है करके उसका कैरेक्टर में हम देखते हैं. യോനായുടെ സ്വഭാവത്തിൽ പലയിടങ്ങളിലും താൻ പല സാഹചര്യത്തിലും കൂടുതലും അവിശ്വസ്തനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. लेकिन परमेश्वर का एक खासियत ये है, he is a faithful God. वो विश्वासी योग्य परमेश्वर है करके हमारे परमेश्वर का कैरेक्टर है. എന്നാൽ നമ്മുടെ ദൈവത്തിന് ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ദൈവം ആമേൻ എന്നും വിശ്വസ്തനാണ്. चाहे लोग बदल जाए, स्थितियां बदल जाए, लेकिन मेरा परमेश्वर विश्वास योग्य परमेश्वर है. ആളുകൾ ഒരുപക്ഷെ മാറും, സാഹചര്യങ്ങൾ ഒരുപക്ഷെ മാറും, നമ്മുടെ ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. ദൈവം എന്നേക്കും വിശ്വസ്തനാണ്. हमारे जिंदगी का सिचुएशंस बदल सकता है, हमारे साथ खड़े रहने वाले लोग अलग हो सकते हैं, लेकिन मेरा परमेश्वर विश्वास योग्य परमेश्वर है. നമ്മുടെ കൂടെയുള്ളവർ മാറും, നമ്മുടെ സാഹചര്യങ്ങൾ മാറും, പക്ഷേ ദൈവം എന്നേക്കും വിശ്വസ്തനാണ്. हालेलुया. He is a faithful God. वो विश्वास योग्य परमेश्वर है. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. हालेलुया. सबसे पहले हमने देखा था योना बदल सकता है, लेकिन मेरा परमेश्वर कभी ना बदलने वाला परमेश्वर നമ്മൾ है. ആദ്യമേ കണ്ടു, യോന എപ്പോഴും മാറ്റമുള്ള സ്വഭാവമുള്ളവനാണ്, പക്ഷേ ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. योना काफी बार विश्वास योग्य नहीं है, बल्कि मेरा परमेश्वर वो विश्वास योग्य परमेश्वर है. യോന പലപ്പോഴും അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട്, എന്നാൽ നമ്മുടെ ദൈവം ആമേൻ എന്നേക്കും വിശ്വസ്തനാണ്. हालेलुया. योना का तीसरा कैरेक्टर वो काफी बार पराजित हो जाते हैं, काफी निर्णयों में वो पराजित हो जाते हैं. യോനയുടെ മൂന്നാമത്തെ പ്രത്യേകത, യോന പലപ്പോഴും പല വിഷയങ്ങളിലും പരാജയപ്പെട്ടവനാണ്. लेकिन मेरा परमेश्वर का एक खासियत ये है, वो कहीं पर भी पराजित नहीं हो सकता है, वो जयवंत से भी बढ़कर परमेश्वर है. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ഒരു വിഷയത്തിലും പരാജയപ്പെട്ടവനല്ല. ആമേൻ, ദൈവം ജയാളിയാണ്. No one can defeat him. परमेश्वर के खिलाफ कोई भी षड्यंत्र रच भी नहीं सकता है. ദൈവത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് വിരോധമായി ആർക്കും ഒരു പദ്ധതിയും ഉണ്ടാക്കുവാൻ सुबह भी हम सुन रहे थे, जिस विषय के लिए हम रो रहे हैं, जिस विषय के लिए हम प्रार्थना कर रहे हैं, परमेश्वर जवाब देने वाला परमेश्वर है. രാവിലെ നമ്മൾ കേട്ടതുപോലെ നാം ഏത് വിഷയത്തിന് വേണ്ടി കരയുന്നുവോ നിലവിളിക്കുന്നുവോ അതിന് മറുപടി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. युद्ध हमारा नहीं है, युद्ध यहोवा का है, और वो यहोवा परमेश्वर हमारे लिए युद्ध लड़ने वाला परमेश्वर है. യുദ്ധം നമ്മുടേതല്ല, യുദ്ധം ദൈവത്തിന്റേതാണ്. ആമേൻ, ദൈവം ആ യുദ്ധത്തിൽ നമുക്ക് വിജയം തരുവാനിടയായി. हालेलुया. हम पराजित होने के लिए वो हाथ छोड़ने वाला परमेश्वर नहीं है, बल्कि अंत तक हमें संभालने वाला परमेश्वर है. നമ്മൾ പരാജയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല, അവസാനം ജയം ലഭിക്കുന്നിടം വരെ നമ്മെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. हालेलुया. यहाँ पर एक भविष्यवक्ता के बारे में हमने देखा है, जो परमेश्वर के सम्मुख विश्वास
विश्वास योग्य नहीं है, जो काफी बार अपने रवैया बदलते रहता है, लेकिन प्रेज़ लॉर्ड उसके रवैया के कारण काफी बार वो पराजित भी होना पड़ रहा है। ഇവിടെ ഒരു പ്രവാചകനെ നമ്മൾ കാണുന്നു, നിരന്തരമായി സ്വഭാവത്തിന് മാറ്റം വരുന്ന, അവിശ്വസ്തനായി തീരുന്ന, തന്റെ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് മാറ്റം വരുന്ന ഒരു യോനായെ നമ്മൾ ഇവിടെ കാണുകയാണ്. हालेलुया, एक भविष्यवक्ता है, परमेश्वर की आवाज सुनने वाला है, लेकिन उसके जिंदगी में भी ऐसा कैरेक्टर हम देख पा रहे हैं. ദൈവ ശബ്ദം കേൾക്കുന്ന പ്രവാചകനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. हालेलुया, हालेलुया. एक भविष्यवक्ता की जिंदगी में ऐसा हम देख रहे हैं, तो मेरे और आपकी जिंदगी में कैसे अनुभव बदल रहा होगा. ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാം. हालेलुया. परमेश्वर से कहा कि निनवे की ओर जा, लेकिन वो तो तर्शीश की ओर जाने के लिए तैयार हो रहा है. നിനവേക്ക് പോകാൻ പറഞ്ഞവൻ തർശീശിലേക്ക് പോവുകയാണ്. I mean, praise the Lord, his pride is on Tarshish. Hallelujah. वो अहंकार के साथ तर्शीश की ओर जा रहा है, बल्कि उसे बुलाया निनवे की ओर जाने के लिए. അവന്റെ മനസ്സിന്റെ അഹംഭാവം താൻ തർശീശിലേക്ക് പോകുവാൻ ഇടയായി, എന്നാൽ തന്നെ വിളിച്ചത് നിനവേലേക്ക് പോകുവാൻ. जहां पर मेरा प्राइड है, वहां पर मेरा मन रहता है. എനിക്ക് ഏത് വിഷയത്തിലാണോ ഞാൻ അഹങ്കരിക്കുന്നത്, അതിലായിരിക്കും എന്റെ മനസ്സ് മുഴുവൻ. Praise the Lord, वो योना के हृदय शायद तर्शीश के लिए प्राइड मानता होगा, इसके लिए वो तर्शीश की ओर जाने के लिए कोशिश कर रहा है. തനിക്ക് തർശീശിനെ കുറിച്ച് തന്റെ മനസ്സിൽ ഒരു സമ്മതമുള്ളത് കൊണ്ട് താൻ തർശീശിലേക്ക് പോകുവാനിടയായി. लेकिन परमेश्वर से निनवे की ओर आने के लिए जिम्मेदारियां दिया था. അവനെ ഏൽപ്പിച്ചത് ഉത്തരവാദിത്തം നിനവേക്ക് വേണ്ടിയുള്ളതായി. और परमेश्वर कहता है, मैं जो बोल रहा हूँ केवल वही तुझे वहां पर बोलना है. ഞാൻ പറഞ്ഞത് നീ അവിടെ ചെന്ന് പറയാവൂ എന്ന് ദൈവം തന്നോട് പറഞ്ഞു. लेकिन योना को पता है कि वहां पर जाकर परमेश्वर ने कहा हुआ बातें कहेगा तो कोई भी उसके घर, उनके घर में उसे बुलाकर एक अच्छा खाना भी नहीं देगा. എന്നാൽ യോനയ്ക്ക് അറിയാമായിരുന്നു, ദൈവം പറഞ്ഞ ഈ കാര്യം ചെന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണം പോലും നിനവേയിൽ ആരും വിളിച്ചു തരത്തില്ല. एक अच्छा कवर मीटिंग के बाद में नहीं मिलेगा. നല്ലൊരു കവർ മീറ്റിംഗ് കഴിഞ്ഞ് ലഭിക്കത്തില്ല. अगला मीटिंग में भी आना करके उन्हें नहीं बुलाया. ഇനി ഒരു മീറ്റിംഗിനൂടെ വരണമേ എന്ന് തന്നോട് ആരും പറയത്തില്ല. क्योंकि न्याय का भविष्यवाणी वहां पर वो कहने के लिए जा रहा है. കാരണം ന്യായവിധിയുടെ പ്രവചനം പ്രവചിക്കാനാ പോകുന്നത്. यदि आप सुधर ना जाए तो न्याय होने वाला है करके भविष्यवाणी कहने के लिए योना को वहां पर भेज रहा നീ है. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന പ്രവചനം പറയാനാണ് യോനായെ നിനവേക്ക് വിടുന്നത്. ऐसे भविष्यवाणी करेगा तो कौन अच्छा कवर देगा? അങ്ങനെയുള്ള പ്രവചനം പ്രവചിച്ചാൽ ആരാ കവർ കൊടുക്കുന്നത്? हालेलुया. कौन अगला मीटिंग में बुलाएगा? ആരാ അടുത്ത മീറ്റിംഗിന് ക്ഷണിക്കുന്നത്? इसके लिए अच्छा मीटिंग तर्शीश में मिलेगा बोलकर वो तर्शीश जा रहा है. അതുകൊണ്ട് നല്ല മീറ്റിംഗ് തർശീശിലുണ്ടെന്നും പറഞ്ഞ് ഒറ്റ പോക്ക് പോയി. हालेलुया. लेकिन परमेश्वर का जिम्मेदारी उसके ऊपर निनवे की ओर जाने के എന്നാൽ लिए. അവന്റെ മേളിലുള്ള വിളിയും ഉത്തരവാദിത്വവും നിനവേയിലാ കിടക്കുന്നത്. योना बदल सकता है, लेकिन मेरा परमेश्वर कभी ना बदलने वाला परमेश्वर. യോനയ്ക്ക് മാറ്റം വരും, പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പദ്ധതിക്ക് യാതൊരു മാറ്റവുമില്ല. उसका नाम बहुत बढ़िया है, लेकिन नाम के अनुसार उसका कैरेक्टर नहीं है. അവന്റെ പേരിന്റെ അർത്ഥമൊക്കെ വളരെ മനോഹരമാ, പക്ഷെ യാതൊരു ബന്ധവും സ്വഭാവവുമായിട്ടില്ല. हम अपने आप में एक बार कंपेयर करके देखें, काफी बातें हमारे स्वभाव के साथ मिलता जुलता जाता है. നമ്മളൊന്ന് ശരിക്ക് ചിന്തിച്ച് പരിശോധിച്ചാൽ യോനയും നമ്മളും തമ്മിലുള്ള സ്വഭാവങ്ങളിൽ ഒരുപാട് സാമ്യം കണ്ടുപിടിക്കാൻ കഴിയും. हालेलुया. परमेश्वर की आवाज जो हम सुनते हैं, उस आवाज के सामने हम समर्पण करना बहुत जरूरी है. ദൈവ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. We need to obey God's voice. सुनने वाला आवाज अनसुनी करके छोड़ने के लिए नहीं, बल्कि उसके सामने उस आज्ञाओं को मानने के लिए हमें समर्पण करना बहुत जरूरी है. ദൈവ ശബ്ദം കേവലം കേൾക്കുന്നവരല്ല, കേട്ട ദൈവ ശബ്ദത്തിനനുസരിച്ച് അനുസരണത്തോടെ പോകേണ്ടത് അത്യാവശ്യമാണ്. क्योंकि हमें एक अनफेलिंग गॉड है. हालेलुया. वो कभी भी पराजित नहीं हो सकता है. वो कभी भी ना बदलने वाला परमेश्वर है. हालेलुया. वो विश्वास योग्य परमेश्वर है. हालेलुया. अंत तक हमें संभालने के लिए वो विश्वास योग्य खुदाबंद है. ഒരിക്കലും മാറ്റമില്ലാത്ത വിശ്വസ്തനായ പരാജയം ഒരിക്കലും സംഭവിക്കാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ കൈ പിടിച്ച് നമ്മെ നടത്തും. आंसुए क्षण भर के लिए है, शायद रात तक होगा,
लेकिन भोर को जब हम उठते हैं आनंद का उस जय का घोषणा के साथ हम जरूर उठ पाएंगे। സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, എന്നാൽ ഉഷസ്സിലോ ആനന്ദഘോഷം വരും. केवल आप ही नहीं, आपके साथ चलने वाले भी उस बातों का घोषणा करते हुए आनंद मना पाएंगे। നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഒരുമിച്ച് ആനന്ദിപ്പാനിടയായി തീരും. परमेश्वर हमारे हाथों को थामते हुए चलाने पाए। ദൈവം നമ്മുടെ കരം പിടിച്ച് നടത്തട്ടെ. हमारे लिए प्रार्थना की और सभी लोगों को हृदय की गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। निरंतर हमें आपकी प्रार्थनाओं में उठाए रखिएगा। हमें आपका प्रार्थना का बहुत जरूरत है। प्रार्थना में उठाए रखिएगा। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। आमेन, आमेन, आमेन। प्रेज द लॉर्ड। हमारे वक्त प्रार्थना करते हैं पास्टर जी, आपके लिए, आपका परिवार।